ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ എന്ന് ആര് ചോദിച്ചാലും കുറച്ച് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒരുക്കി വെക്കുന്നതും പിന്നെ ഇതെല്ലാം കൂടെ ഒരുപാട് മസാലയൊക്കെ ഇട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുന്ന കാര്യമൊക്കെ ആയിരിക്കും നമ്മൾക്ക് ഓർമ്മ വരിക. എന്നാൽ ഇന്നത്തെ ചിക്കൻ റോസ്റ്റിൽ ഈ പരിപാടികളൊന്നും തന്നെയില്ല. എത്ര മടിയുള്ളവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നുന്ന വിധം എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിക്കൻ റോസ്റ്റിൽ ഒന്ന് ഇത് തന്നെയായിരിക്കും. ഇതെൻ്റെ അമ്മയുടെ ഒരു സ്ഥിരം റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരു കിലോ ചിക്കനാണ് നമ്മളുടെ ഇന്നത്തെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന പോലെ അതേ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് ബോൺലെസ് ചിക്കനിലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ കുറച്ച് യെല്ലോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായി കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളം മുഴുവനും ഊറ്റിക്കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ഒട്ടും തന്നെ പാടില്ല. വെള്ളം ഉണ്ടായാൽ അതിൽ മസാല പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവും ഇത് എപ്പോഴൊക്കെയാണ് ചേർക്കേണ്ടതെന്നും ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. കാരണം അടിയൊന്നും പിടിക്കാത്ത രീതിയിലുള്ളൊരു പാത്രമായിരിക്കും ഇതുപോലുള്ളൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പെരിഞ്ജീരകം ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ചെറിയ പൊട്ടൽ കേൾക്കാൻ പറ്റും. അപ്പോൾ ആ സമയം വരയ്ക്കും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇല്ല. നിങ്ങൾ മാക്സിമം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒരു 1/2 കപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കറിവേപ്പിലയും പെരിഞ്ജീരകമൊക്കെ. ഈ സമയത്തൊക്കെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ കറിവേപ്പില നല്ല ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ നമ്മളുടെ കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നമ്മൾ എരിവിനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം നമ്മൾ നേരത്തെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോകുന്ന പേടിയുള്ളവർക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയും ഇടാവുന്നതാണ്. ഈ പൊടികളുടെ എല്ലാം പച്ചമണമൊന്ന് മാറി കിട്ടിയാൽ മതി. ഒരുപാട് നേരം വഴറ്റിയിട്ട് ഇതിൻ്റെ എല്ലാം കളറ് മാറാനായിട്ട് അനുവദിക്കരുത്. കാരണം നമ്മുടെ ചിക്കൻ റോസ്റ്റിന് നല്ല റെഡ് കളറാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാം ഇതിന് കുട്ടികളെല്ലാം റെഡ് ചിക്കൻ അല്ലെങ്കിൽ ചുവന്ന ചിക്കൻ എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇതിൻ്റെ കളറും ഇതിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് പോകാതെ വേണം വഴറ്റാനായിട്ട്. ഇവിടെ നമ്മളുടെ പൊടികളെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലകളെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇടുന്ന രീതിയിലായിരിക്കണം നമ്മൾ വഴറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പീസുകളുടെ വലുപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ചെറുതാക്കുമ്പോഴായിരിക്കും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു ചില്ലി ചിക്കൻ്റെ ആ ഒരു സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിൽ വെള്ളം ഒട്ടും പാടില്ല എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റ് നേരം നമ്മളുടെ ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മളുടെ ചിക്കനിലുള്ള വെള്ളം എല്ലാം പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ സമയത്ത് നമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. കാരണം ഈ സമയത്ത് വെള്ളം പുറത്തേക്ക് വരുന്ന സമയം ആകുന്നേ ഉള്ളൂ. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനുള്ളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ചിക്കനിൽ നിന്നും വെള്ളം മുഴുവനും പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. എന്നിട്ട് പോലും ഇത്രയും വെള്ളമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചത്. ഈ സമയത്താണ് നമ്മൾ ചിക്കൻ റോസ്റ്റിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ വെള്ളം വറ്റി വരുന്നത് വരയ്ക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമെല്ലാം വറ്റി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലകളെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും.
മസാല എന്ന് പറയാനായിട്ട് നമ്മളിതിൽ കൂടുതൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഗരം മസാല, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, ചിക്കൻ മസാല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം വറ്റുന്ന രീതിയിൽ നല്ല ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, ചേർക്കാതെയും ഇരിക്കാം. അപ്പോൾ ഞാനിതിൽ ഏകദേശം ഒരു 2 പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വരട്ടൊക്കെ കഴിക്കുമ്പോൾ അതിനിടയിൽ തേങ്ങ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പക്ഷെ ഒരുപാടാകരുത്. ഇപ്പോൾ നമ്മൾ തേങ്ങയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ വിതറി കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊന്നും ഒരിക്കലും കൂടി പോകരുത്. ഒരു 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി. അത് ഇടയിൽ ഒരു ചെറിയൊരു മധുരം തരാനായിട്ടാണ്. അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റിന്. ഇനി അവസാനമായിട്ട് 3 കാശ്മീരി ചില്ലി, അതായത് നമ്മുടെ പിരിയം മുളക് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും ചേർത്ത് അടച്ചു വയ്ക്കുക. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ 1 കിലോ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ പിരിയമുളകിൻ്റെ പൊടി മാത്രം മതിയോ, ആവശ്യത്തിന് എരിവുണ്ടാവുമോ, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവുമോ എന്ന്. കാരണം ആദ്യമായിട്ട് എനിക്കും അമ്മ ഇത് ഉണ്ടാക്കി തന്നപ്പോൾ ഇതേ സംശയങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഇത് കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ സംശയങ്ങളൊക്കെ മാറും. മാത്രമല്ല നമുക്ക് അതിശയം തോന്നും. സത്യം പറഞ്ഞാൽ ചിക്കൻ റോസ്റ്റിന് ഇത്രയും സാധനങ്ങൾ മതി, ആവശ്യമില്ലാണ്ട് കുറേ മസാലകളൊന്നും ചേർക്കണ്ട എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ നമ്മൾക്കുണ്ടാവുകയാണ്. ഒരു തവണ ചിക്കൻ റോസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി ഇതിൻ്റെ ടേസ്റ്റും ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത തവണ ഇതേ രീതിയിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരാവുന്നതാണ്. ഗസ്റ്റൊക്കെ ഉള്ള സമയത്താണ് ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ അവസാനമായിട്ട് ഇതിൽ കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഇട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സവാളയും പിന്നെ കുറച്ച് ക്യാപ്സിക്കൊക്കെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുറച്ച് കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ഈസി ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്